തദ്ദേശ വിജയം നൽകിയ ആത്മവിശ്വാസവും കനകോലു തന്ത്രത്തിന്റെ പിൻബലവും കരുത്താക്കി 100 സീറ്റ് പിടിക്കാനൊരുങ്ങുന്ന UDFന് മിഷൻ 110മായി ചെക്ക് വച്ചിരിക്കുകയാണ് LDF. ഭരണവിരുദ്ധ വികാരം ആയുധമാക്കിയാണ് UDF പടയൊരുക്കമെങ്കിൽ തുടർഭരണം ലക്ഷ്യമിട്ട് വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് LDF പദ്ധതി. സെലിബ്രിറ്റികളുടെയും സർപ്രൈസ് സ്ഥാനാർത്ഥികളുടെയും പേരുകളാണ് UDFന്റെ സാധ്യതാ ലിസ്റ്റിൽ ഓരോ ദിവസവും പുതുതായി കേൾക്കുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും LDFന്റെ ഗ്രാഫ് ഉയരുമെന്ന ഉറച്ച വിശ്വാസം മുഖ്യമന്ത്രിയും പങ്കുവയ്ക്കുന്നു. ആദ്യം RDX റാം. UDF 100 സീറ്റ് ലക്ഷ്യമിട്ടാണ് മുന്നേറുന്നതെങ്കിൽ ഇടതുമുന്നണി ലക്ഷ്യം വെക്കുന്നത് 110 സീറ്റാണ്. ഭരണനേട്ടം ജനങ്ങളിലെത്തിക്കും വിധമുള്ള പ്രചാരണ പദ്ധതികൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കും. വികസനം ഊന്നിപ്പറഞ്ഞ് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാനാണ് തീരുമാനം. 10 വർഷം മുൻപുള്ള കേരളത്തിന്റെ അവസ്ഥയുമായുള്ള താരതമ്യം മാത്രം മതി LDFന്റെ ഗ്രാഫ് വലിയ തോതിൽ ഉയരാനെന്നാണ് മുഖ്യമന്ത്രി തന്നെ പറയുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിലെ അത്ഭുതകരമായ മാറ്റങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. UDFന്റെ സ്ഥാനാർത്ഥി സാധ്യതാ ലിസ്റ്റിൽ ദിവസവും പുതിയ പേരുകൾ പുറത്തുവരികയാണ്. ക്യാമ്പ് മുന്നോട്ട് വെച്ച 100 സീറ്റ് ലക്ഷ്യത്തിനായി പലവിധ തന്ത്രങ്ങളാണ് കോൺഗ്രസ് അണിയറയിൽ ആസൂത്രണം ചെയ്യുന്നത്. മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ ലക്ഷ്യമിട്ട് സെലിബ്രിറ്റികളെ ഉൾപ്പെടെ പരീക്ഷിക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ്. അതിനിടെ യൂത്ത് കോൺഗ്രസ് 17 സീറ്റിനായി അവകാശവാദം ഉന്നയിച്ച് മുന്നോട്ട് വന്നു. പാർട്ടിയിലെ തിരക്കിട്ട തെരഞ്ഞെടുപ്പ് ചർച്ചയ്ക്കിടയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സിറോ മലബാർ സഭ ആസ്ഥാനത്തെത്തി നിർണായക കൂടിക്കാഴ്ച നടത്തി. പതിവില്ലാത്ത വിധം സഭാ സിനഡ് ചേരുന്നതിനിടെയായിരുന്നു 1 മണിക്കൂറിലേറെ നീളുന്ന കൂടിക്കാഴ്ച. RDX റാപ്പ് ന്യൂസ് മലയാളം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് സീറ്റ് കൂടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മിഷൻ 110 സാധ്യമാകുമെന്ന ആത്മവിശ്വാസത്തിന് മതിയായ കാരണങ്ങളുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങളാണ് LDFന്റെ കനകോലു എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ കേരളത്തിൻ്റെ പൊതുവായ സ്ഥിതി പരിശോധിച്ചാൽ അത് നല്ല രീതിയിൽ തന്നെ LDFന് ആത്മവിശ്വാസം പകരുന്ന ഒന്നാണ്. അപ്പം അതിൻ്റെ ഭാഗമായി കൂടുതൽ സീറ്റുകളോടെ ജനങ്ങൾ LDFനെ സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, ഞങ്ങൾക്ക് കരകൂലൊന്നുമില്ല, ഞങ്ങൾക്ക് ജനങ്ങൾ തന്നെയാണല്ലോ ഞങ്ങളുടെ കരകൂലും എല്ലാ കാലത്തും. മുഖ്യമന്ത്രിയുടെ മിഷൻ 110 എങ്ങനെയാണെന്ന് നോക്കാം. 110 സീറ്റ് നേടാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. 110 നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾക്ക് മന്ത്രിമാർക്ക് ഏകോപന ചുമതലയും കൊടുത്തിട്ടുണ്ട്. ഭരണനേട്ടം ജനങ്ങളിലെത്തിക്കാൻ 50 ദിവസത്തെ കർമ്മ പദ്ധതി നടപ്പാക്കും. വികസനം ഊന്നിപ്പറഞ്ഞ് പ്രചാരണവും സമൂഹമാധ്യമ ക്യാമ്പയിനുകളും സംഘടിപ്പിക്കും. തെരഞ്ഞെടുപ്പ് കാലത്ത് നേതാക്കളുടെ പ്രസ്താവനയിൽ ജാഗ്രത വേണമെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനമുയർന്നിട്ടുണ്ട്. നേരത്തെയും നേതാക്കൾ നടത്തിയ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രസ്താവനകൾ തിരിച്ചടിയായെന്ന് AK ബാലനെതിരെ ആ വിമർശനം അവിടെ ഉയർന്നു. P. സരിനെ പാലക്കാട് പരിഗണിക്കാതെ കൂടുതൽ വിജയസാധ്യതയുള്ള മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനുള്ള ആലോചന നടക്കുന്നു എന്ന വാർത്തയും ഇന്ന് പുറത്തു വന്നു. ഒറ്റപ്പാലത്തോ ഷൊർണൂരോ നിർത്താനാണ് ആലോചന. സരിന്റെ പ്രവർത്തനങ്ങളിൽ പാർട്ടിക്ക് തൃപ്തിയാണ്. NCPയുടെ സിറ്റിംഗ് MLA മാർ തന്നെ വീണ്ടും ജനവിധി തേടും എന്നുള്ള വിവരവും പുറത്തു വരുന്നു. എലത്തൂരിൽ നിന്ന് AK ശശീന്ദ്രനും കുട്ടനാട് നിന്ന് തോമസ് K. തോമസും വീണ്ടും മത്സരിക്കും. കോഴിക്കോട് ജില്ലയിലെ ഇത്തവണ സീറ്റ് വേണമെന്ന് കേരള കോൺഗ്രസ് M ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ തവണ കുറ്റ്യാടി വിട്ടു നൽകിയത് പാർട്ടിയുടെ മഹാമനസ്കതയാണ് എന്നാണ് നിലപാട്. 17 സീറ്റ് യൂത്ത് കോൺഗ്രസിന് വേണം എന്നുള്ള ആവശ്യമാണ് യൂത്ത് കോൺഗ്രസ് ഉയർത്തുന്നത്. OJ ജനീഷ് കൊടുങ്ങല്ലൂർ മത്സരിക്കണമെന്നും അബിൻ വർക്കി ആറന്മുളയിൽ മത്സരിക്കണമെന്നും അരിത ബാബു കായംകുളത്ത് മത്സരിക്കണമെന്നുള്ള ആവശ്യം ഉയരുമ്പോൾ അബ്ദുൾ റഷീദ് തളിപ്പറമ്പിലും വസന്ത് സിറിയക്ക് പൂഞ്ഞാറിലും സോയ ജോസഫ് കുന്നംകുളത്തും മത്സരിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. കൊട്ടാരക്കരയിൽ അഖിൽ മാരാരുടെ പേരിങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. കൊട്ടാരക്കര പിടിക്കാൻ ബിഗ് ബോസ് താരം അഖിൽ മാരാറയെ കൂടി കോൺഗ്രസ് പരിഗണിക്കുന്നു. അഖിൽ കോട്ടാത്തല എന്ന പേരിൽ അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകനായി അവിടെയൊക്കെ നിറഞ്ഞു നിന്നയാളാണ് എന്നാണ് പറയപ്പെടുന്നത്. കൊട്ടാരക്കര സ്വദേശി കൂടിയായ അഖിലിനെ ഇറക്കിയാൽ മണ്ഡലം തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. അഖിൽ മാരാർ പാർട്ടി വോട്ടുകൾക്ക് പുറമെ പുതുതലമുറ വോട്ടുകളും പിടിക്കും എന്നൊക്കെയുള്ള വിലയിരുത്തലും വന്നിട്ടുണ്ട്. അവിടെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. DCC ജനറൽ സെക്രട്ടറി P. ഹരികുമാർ, KPCC പബ്ലിക് പോളിസി അധ്യക്ഷൻ JS അടൂർ എന്നിവരും അവിടെ പരിഗണനയിലുണ്ട്. ബേപ്പൂരിൽ അൻവറിന്റെ പേര് ഉയർന്നു വരുന്നതിൽ ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് എതിർപ്പാണ്. കോഴിക്കോട് ഇറക്കുമതി സ്ഥാനാർത്ഥികൾ വേണ്ടെന്ന് ചൂണ്ടിക്കാട്ടി DCC യോഗത്തിൽ വിമർശനമുയർന്നു. ബാലുശ്ശേരിയിൽ ധർമ്മജനെ സ്ഥാനാർത്ഥിയാക്കിയത് തിരിച്ചടിയായതടക്കം ഉയർത്തിക്കാട്ടിയായിരുന്നു വിമർശനം. അൻവറിനെ ബേപ്പൂരിൽ പരിഗണിക്കുന്നതിനോട് ലീഗ് നേതൃത്വത്തിന് അനുകൂല നിലപാടാണ് താനും. വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സുഹറ മമ്പാടും അഖിലേന്ത്യാ സെക്രട്ടറി ജയന്തി രാജനും ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ പരിഗണനയിലുള്ള പേരുകളാണ്. ജയന്തി രാജനെ കളമശ്ശേരിയിലും സുഹറ മമ്പാടിനെ തിരൂരങ്ങാടിയിലും മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ പ്രാഥമിക ധാരണ
ഉണ്ടായിരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ ഏകദേശ ചിത്രം. ഇതിൽ പലതും ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെയൊക്കെ പ്രഖ്യാപനങ്ങളുണ്ട്. അതിനപ്പുറം ചില വാർത്തകൾ ഈ പറഞ്ഞ സൂചനകളായി വന്നതുമാണ്. എന്നാൽ ചില രാഷ്ട്രീയ നീക്കങ്ങൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവടക്കം കൗതുകകരമായ ചില രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നുമുണ്ട്. എന്തു തോന്നുന്നു? ഇതിലിപ്പോൾ ഇന്നത്തെ പോലെയുള്ള ദിവസങ്ങളായിരിക്കും ഇനി അങ്ങോട്ട് വരാനുള്ളത്. ഒരുപാട് വിവരങ്ങൾ, ചിലതൊക്കെ കൺഫേംഡ് ആയതായിരിക്കും, ചിലത് വെറും ചർച്ചകൾ മാത്രമായിരിക്കും, ചിലത് ഊഹാപോഹങ്ങളായിരിക്കും. അങ്ങനെ പല വാർത്തകൾ പല ഭാഗത്തുനിന്നായിട്ട് വരും. ഇന്നിപ്പോൾ ഹർഷൻ പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനമാണ് അതിനകത്ത് സോളിഡായ ഒരു സംഗതിയായിട്ടുള്ളത്. നമ്മുടെ മുമ്പിൽ ഉള്ളത് 100 സീറ്റിൽ ഉറപ്പായിട്ടും ജയിക്കും എന്ന് UDF പറഞ്ഞതും 110 സീറ്റിൽ ജയിക്കുമെന്ന് LDF പറഞ്ഞുമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിൻ്റെ കണക്കുകളിലേക്കൊക്കെ പോയ കഴിഞ്ഞ ദിവസം MM മണിയാശാൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഇത് ടെലിഫോൺ നമ്പറല്ല, മൊബൈൽ ഫോൺ നമ്പറല്ല എന്ന് പറഞ്ഞിട്ട് ചില നമ്പറുകൾ ഇട്ടല്ലോ. അപ്പോൾ അതിനകത്ത് അത് കൗതുകകരമായിട്ടൊരു വിവരം അതിനകത്തുണ്ട്. അതായത് 2006 LDFന് 98 സീറ്റുകളുണ്ട്, 2011 68 സീറ്റുകളുണ്ട്, 2016 91 സീറ്റുകളുണ്ട്, 2021 99 സീറ്റുകളുണ്ട്. കഴിഞ്ഞ 4 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് 98, 68, 91, 99 എന്നതാണ് അവരുടെ സീറ്റ് നില കേരളത്തിൽ. LDFൻ്റെ UDFൻ്റെ പരിശോധിച്ചാൽ 2006 42, 2011 72, 2016 47, 2021 41 അല്ലേ? അങ്ങനെയാണ് സ്ഥിതി ആണ്. അപ്പോൾ ശരാശരി 89 സീറ്റ് അല്ലെങ്കിൽ 90 സീറ്റ് LDFന് ഈ കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളിലായിട്ട് നമുക്ക് ശരാശരി കൂട്ടാം. പക്ഷേ 50 സീറ്റുകൾ മാത്രമേ അപ്പുറത്തുള്ളൂ. ഇപ്പം 42, 72, 47, 41 4 തെരഞ്ഞെടുപ്പുകളിൽ 2011 72 എന്ന നമ്പർ ഒഴിച്ചാൽ ബാക്കിയെല്ലാം 50-ന് താഴെയാണ് ആർക്ക് UDFന്. പക്ഷേ LDFനാണെങ്കിൽ അവരുടെ കുറവ് 2011 68 എന്ന നമ്പരാണ്, ബാക്കിയെല്ലാം 98, 91, 99 എന്നിങ്ങനെയാണ്. അപ്പോൾ LDFന് 110 എന്ന നമ്പർ പറയുന്നത് കുറച്ച് ലോജിക്കലാണ്. 110 സീറ്റൊന്നും സംസ്ഥാനത്തിലെ നിയമസഭയിലേക്ക് ആർക്കും കൊടുത്തിട്ടില്ല ജനം, കേരളത്തിലെ ആളുകൾ. 140 ആകെ സീറ്റുകളിൽ 110 സീറ്റ് കൊടുക്കുക എന്ന് വെച്ചാൽ അസംഭവ്യമാണ് എന്ന് ഇപ്പോൾ പറയാവുന്നൊരു സാഹചര്യം നമുക്കുണ്ട്, നമ്മുടെ മുന്നിലുണ്ട്. അത് എളുപ്പമല്ല, ക്ഷിപ്രസാധ്യമല്ല, അസംഭവ്യം അല്ലെങ്കിൽ ക്ഷിപ്രസാധ്യമല്ല എന്തായാലും. ഇതിപ്പോൾ പക്ഷേ UDFന് 42, 47, 41 നമ്പറിൽ നിന്ന് 100 സീറ്റുകളിലേക്ക് എത്താൻ 60-50 സീറ്റുകളുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ അവർക്കാണ് ഇപ്പോൾ നോക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട്, അവർ പറഞ്ഞതിലേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്നൊരു തോന്നൽ നമുക്കുണ്ടാകും. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 29.17% വോട്ടുണ്ട്, CPMന് 27.16%. ഞാൻ പറഞ്ഞത് കോൺഗ്രസിൻ്റെ CPMൻ്റെയാണ്. 3.5% വ്യത്യാസം മാത്രമാണ്. ഇതിപ്പോൾ 2% വ്യത്യാസം മാത്രമേ ഉള്ളൂ കോൺഗ്രസിനും CPMനും. UDFനും LDFനും തമ്മിൽ 3.5% വോട്ടിൻ്റെ വ്യത്യാസമാണ് ഈ 2 മുന്നണികൾ തമ്മിലുള്ളത് ലോക്കൽ ബോഡി ഇലക്ഷനിൽ. അപ്പോൾ ഇന്ന് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ഇക്കാര്യം വിശദീകരിക്കുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കാര്യം കുറച്ച് തിരിച്ചടിയായാലോ നിങ്ങൾക്കെന്ന് പറയുമ്പോൾ അദ്ദേഹം നിഷേധിക്കുന്നില്ല. അദ്ദേഹം പറയാണ് ചില പ്രത്യേകമായ സാഹചര്യങ്ങളിൽ ആണ് അക്കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്, പക്ഷേ അതല്ല നിയമസഭയിലെ സ്ഥിതി. എന്ന് പറഞ്ഞിട്ട് 110 സീറ്റ് എന്ന വലിയ നമ്പറിലേക്ക് ഞങ്ങൾ എത്തും എന്ന ആത്മവിശ്വാസത്തിന് ഉപോത്ബലകമായിട്ട് എന്താ അദ്ദേഹം പറയുന്നത്? അദ്ദേഹം പറയുന്നത് ഇപ്പോൾ അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്, ഞങ്ങളുടെ സർക്കാരിൻ്റെ നല്ല കാര്യങ്ങൾ മാത്രമല്ല, അദ്ദേഹം 2 ടേമുകൾക്ക് അപ്പുറത്തെ UDF സർക്കാരിൻ്റെ കുഴപ്പങ്ങൾ പറയാനാണ് ഇന്ന് കുറേ സമയം എടുത്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി, CPMൻ്റെ സ്ട്രാറ്റജി ഇന്നത്തെ വാർത്താ സമ്മേളനത്തോടെ വ്യക്തമാണ്. കാരണം ഇനിയുള്ള അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് UDFൻ്റെ ഭരണകാലത്തെ കുഴപ്പങ്ങളെ ആളുകളുടെ ഓർമ്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി ശ്രമിക്കുക എന്നാലും വ്യക്തമായി. ഒരുപക്ഷെ ഇന്നലെ AK ബാലനെ പാർട്ടി ഏൽപ്പിച്ചത് ഈ ദൗത്യമായിരിക്കാം. അതായത് നിങ്ങൾ പഴയ ചില പ്രശ്നങ്ങൾ, ഹർഷൻ ഇന്നലെ പറഞ്ഞതുപോലെ ഈ വർഗീയ കലാപങ്ങളൊക്കെ UDFൻ്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ഞങ്ങളുടെ കാലത്ത് അത് ഉണ്ടായിട്ടില്ല എന്ന കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കണമെന്നാണ് AK ബാലനെ ഏൽപ്പിച്ചത്. പക്ഷേ ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ മൂപ്പര് ജഗദീഷിൻ്റെ പരിപാടി നടത്തി. അതായത് അല്പം ഓവറാക്കി. വിജയേട്ടൻ പറഞ്ഞല്ലേ എന്നാൽ പിന്നെ ഒന്ന് കുറച്ച് സ്ട്രോങ് ആക്കിയേക്കാം എന്ന് വിചാരിച്ചിട്ട് മൂപ്പര് കുറച്ച് ചാടി കയറിയിട്ട് നശിപ്പിച്ചു എന്ന് പറയുന്ന അവസ്ഥയായി. പക്ഷേ അത് വന്ന് പിണറായി ആ കാര്യം നിഷേധിക്കുകയൊന്നും ചെയ്യാതെ, അതായത് ബാലന് വിഷമം വേണ്ട എന്ന് കരുതിയിട്ട് അക്കാര്യം ബാലൻ പറഞ്ഞ ഇതാണല്ലോ എന്ന് പറഞ്ഞങ്ങ് പോയി. പക്ഷേ ഈ കാര്യത്തിൽ അപകടം അദ്ദേഹം തൊട്ടില്ല. MP ഗോവിന്ദൻ മാഷക്ക് അത് തള്ളിക്കളഞ്ഞു. മറ്റ് നേതാക്കൾ TP രാമകൃഷ്ണനൊക്കെ ആണെങ്കിലും ബാലൻ്റെ ആ ഒരു പ്രസ്താവനയെ തള്ളിക്കളഞ്ഞു എന്നാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് വ്യക്തമായൊരു കാര്യം എന്താണ്, ഞങ്ങളുടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ ആളുകൾക്ക് കൊടുത്ത ക്ഷേമ പെൻഷൻ, ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കൂടുതലായിട്ട് പറഞ്ഞത്. അതിൽ മാത്രം വോട്ട് വന്നുകൊള്ളും എന്ന് വിചാരിച്ചെങ്കിൽ അത് നടന്നില്ല എന്ന് മനസ്സിലായതോടെ ഇവർ ഇപ്പോൾ ആളുകളുടെ ഓർമ്മയിലില്ല. ഇപ്പോൾ 10 വർഷമായിട്ട് LDF ആണല്ലോ ഭരിക്കുന്നത്. ആളുകളുടെ ഓർമ്മയിൽ UDF ഭരണകാലം ഇല്ല, അതൊരു വസ്തുതയാണ്. അത് ഇവർക്ക് വൈകിയാണെങ്കിലും മനസ്സിലായി. അതായത് ഇനി അത് ഓർമ്മിപ്പിക്കണം. ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഈ മാറാട് കലാപം പറഞ്ഞ് അദ്ദേഹം അതിൻ്റെ അപകടകരമായ വശത്തേക്ക് പോകാതെ മാറാട് കലാപത്തിൽ
PK കുഞ്ഞാലിക്കുട്ടിയെ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കരുത് എന്ന് കലാപത്തിലെ ഈ ഹിന്ദു തീവ്രവാദികൾ പറഞ്ഞപ്പോൾ അതിന് വഴങ്ങിയിട്ട് PK കുഞ്ഞാലിക്കുട്ടിയെ കൂട്ടാതെ പോയി AK ആന്റണി എന്ന കാര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എന്ന് വെച്ചാൽ ഈ വർഗീയ ശക്തികൾക്ക് വഴങ്ങുന്ന ആളാണ് എന്ന കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം എടുത്ത് മുന്നോട്ട് വെച്ചു. അവിടെ കൊണ്ട് നിർത്തിയിൽ അദ്ദേഹം അഴിമതികൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന കാര്യം പറയാൻ വേണ്ടി പറഞ്ഞു, അതിലേക്ക് വന്നു. അപ്പോൾ ഉറപ്പാണ് ഒരു കാര്യം ഹർഷ, അതായത് ഇനിയുള്ള വാർത്താ സമ്മേളനങ്ങളിലും ഇനി തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ CPM നേതാക്കൾ, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പറയാൻ പോകുന്നത് സ്വന്തം സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ മാത്രമായിരിക്കില്ല, 10 വർഷം അപ്പുറത്തുള്ള UDF സർക്കാരിൻ്റെ ഭരണകാലത്തെ മോശം കാര്യങ്ങൾ കൂടെ ആളുകളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് ഇനി വരാൻ പോകുന്നത്. അതിനോട് ചേർത്തായിരിക്കും ഇനി ജമാഅത്തെ ഇസ്ലാമി വിമർശനമൊക്കെ നടക്കുക. ഇപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് വർഷങ്ങൾക്കപ്പുറത്തുള്ള നെഹ്റുവിൻ്റെ കാലത്തെ ഭരണകാലത്തെ കുഴപ്പങ്ങളെന്ന് പറഞ്ഞാൽ പോലും അതിന് ടേക്കേഴ്സുള്ളൊരു കാലമാണിപ്പോൾ രാജ്യത്ത്. പിന്നെ കോൺഗ്രസ് സർക്കാരിൻ്റെ കാര്യം അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വർഷം മുമ്പ് മോഡി എപ്പോഴും പറയുമ്പോഴും അത് പറയാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. കേരളത്തിലാണെങ്കിൽ ഒരു കാര്യം വസ്തുത ശരിയാണല്ലോ ഹർഷ, അതായത് LDF കൊണ്ടുപോകുന്നത് പോലെ സർക്കാരുകളെ, ഭരണത്തെ സുഘടിതമായിട്ടും മെച്ചപ്പെട്ട തോതിലും കൊണ്ടുപോകുന്ന ആളുകളല്ല UDF. ഒരു അല്പം അയഞ്ഞ സ്ഥിതിയാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല. അത് UDFകാരും ഞങ്ങളുടെ ജനാധിപത്യപരമായിട്ട് ഒരു അയവാണത് എന്നാണല്ലോ വിശദീകരിക്കാറ്. അല്ലാതെ ഞങ്ങൾക്ക് അയഞ്ഞ സ്ഥിതി ഇല്ല എന്നല്ല അവർ പറയാറ്. ഞങ്ങൾക്ക് ചില ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾ മറ്റവരെ പോലെ ഇങ്ങനെ മസിൽ പിടുത്തക്കാരല്ല എന്ന് തന്നെയാണല്ലോ ഇവർ ക്ലെയിമായിട്ട് വെക്കാറ്. അപ്പോൾ ആ കാര്യത്തെ ഓർമ്മിപ്പിക്കുകയാണ് ഇദ്ദേഹം ചെയ്യുക എന്ന കാര്യത്തിൽ യാതൊരു സംശയം. ഇതാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. മുഖ്യമന്ത്രി ഈ സ്വന്തം സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ മാത്രം പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടാകില്ല, നമ്മൾ വിചാരിച്ച പോലെ ഗുണമുണ്ടാവില്ല. വോട്ട് ചെയ്യുന്ന മനുഷ്യരെ ഞങ്ങളും അവരും തമ്മിലുള്ള വ്യത്യസ്തത മനസ്സിലാക്കി കൊടുക്കുക, അവരുടെ ഭരണകാലത്ത് എന്താണ് നിങ്ങൾക്ക് ദോഷമുണ്ടായതെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്ന ഒരു സ്റ്റാൻഡ് പിടിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ തന്നെ എനിക്ക് തോന്നുന്നത്. ഇക്കാര്യം ആദ്യം പറഞ്ഞ് നമുക്ക് ആ ചർച്ചയിലേക്ക് പ്രവേശിക്കാൻ തോന്നുന്നു. സമയം കൂടുതലുണ്ട്, കാരണം 2 വിഷയം ഒന്നിച്ചെടുക്കാം. അതെ, അതിനകത്ത് എനിക്കും തോന്നുന്നതാണ്, അതായത് ഇതൊക്കെ പറഞ്ഞു പിടിപ്പിക്കാൻ കഴിയുന്ന ഒരു സംഘടനാശേഷി CPIMന് അവശേഷിക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്, അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് അവശേഷിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇന്ന് പുറത്തു വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത വെള്ളാപ്പള്ളി നടേശനുമായുള്ള തർക്കം CPI അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇതൊരു തെരഞ്ഞെടുപ്പ് ഗിയറിലേക്ക് കടന്നിരിക്കുന്നു, ഇനി ഈ തർക്കങ്ങളുമായി നിൽക്കാനുള്ള സമയമല്ല എന്നുള്ള ഒരു പൊതുബോധ്യത്തിലേക്ക് ഇടതുമുന്നണിയും എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ തീരുമാനം കൂടി വന്നത്. ഞാനതിപ്പോൾ അത് ഈ പ്രസൻറ്റേഷനിൽ വരാത്തത് കൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോയതാണ്. അതുപോലെ മുഖ്യമന്ത്രി ഇന്നിപ്പോൾ പറഞ്ഞത്, സനീഷ് നേരത്തെ സൂചിപ്പിച്ചത് തന്നെ, മാറാട് കലാപം അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അന്ന് എന്തായിരുന്നു, 10 വർഷത്തിനപ്പുറത്ത് എന്തായിരുന്നു, നമ്മൾ ഇന്നലെയും പറഞ്ഞായത്, അതായത് ഇന്നിപ്പോൾ 20-25 വയസ്സ് പ്രായമുള്ള ആളുകൾക്ക് എന്താണ് UDFൻ്റെ ഭരണകാലം എന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തത തീർത്തും ഉണ്ടാവില്ല. അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ കാര്യങ്ങൾ വളരെ വേഗത്തിൽ മറക്കും, കേരളീയർ പ്രത്യേകിച്ച്. അപ്പോൾ സ്വാഭാവികമായും എന്തായിരുന്നു 10 വർഷം മുമ്പുള്ള ഭരണകാലം എന്നതിനെക്കുറിച്ച് ഓർമ്മിപ്പിച്ച് പോകണമെന്ന് തന്നെയാണ്. മാത്രമല്ല, ഈ ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങൾ ഇടതുപക്ഷം നടത്തുന്നു, CPIM നടത്തുന്നു, മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നു എന്നൊക്കെയുള്ള വിഷയങ്ങൾ എടുത്താണ് ജമാഅത്തെ ഇസ്ലാമി വലിയ പ്രചാരണം നടത്തുന്നത്. അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി UDFന് വേണ്ടി, അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി UDFന് വേണ്ടി ആ നിലയ്ക്ക് പ്രചാരണം നടത്തുന്നത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് ഇന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചത് എന്തൊക്കെയാണ്? AK ആന്റണി പറഞ്ഞത്, രമേശ് ചെന്നിത്തല പറഞ്ഞത്. ഇനിയിപ്പോൾ സ്വാഭാവികമായും ഇത് 2 ഓർമ്മിപ്പിച്ചപ്പോൾ ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ നോക്കുകയായിരുന്നു. ഈ 2 ഓർമ്മിപ്പിച്ചു. ഇത് ഓർമ്മിപ്പിച്ച അടുത്ത നിമിഷം തന്നെ ആ പറഞ്ഞ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ എത്തിക്കഴിഞ്ഞു. അന്ന് AK ആന്റണി പറഞ്ഞതും, അതായത് ന്യൂനപക്ഷങ്ങൾ കേരളത്തിൽ സംഘടിതരാണ്, വിശദമായി തന്നെയാണ് അദ്ദേഹം പറയുന്നതല്ലോ. അത് ന്യൂനപക്ഷങ്ങൾ കേരളത്തിൽ സംഘടിതരാണ്, അതിൽ തന്നെ വിദേശത്ത് പോയി അതിൻ്റെ സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാക്കിയത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണ്. അവർ കേരളത്തിലേക്ക് തിരിച്ച് ആ സമ്പത്തുമൊക്കെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അയൽപക്കത്ത് ആ സാമ്പത്തിക നേട്ടം അധികം കിട്ടാത്ത ഹിന്ദുക്കളുമായി ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ താഴെത്തട്ടിൽ ആ നിലയ്ക്കുള്ള ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ ഹിന്ദുക്കളെ പോലെയല്ല ഈ ന്യൂനപക്ഷങ്ങൾ സംഘടിതരാണ് കേരളത്തിൽ. ആ സംഘടിത ശക്തിയുമായി ഇങ്ങോട്ട് വന്ന് കാര്യങ്ങളെല്ലാം സാധിച്ചെടുത്ത് കളയാമെന്നൊന്നും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ വിചാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് നേരിട്ട് ഡയറക്റ്റ്, ഇന്നിപ്പോൾ പിണറായി വിജയൻ എന്നല്ല ഏതെങ്കിലും ഒരു നേതാവിന് ചിന്തിക്കാനാവുന്നതിനപ്പുറത്തുള്ള, അതായത് ഇടതുപക്ഷത്തോ UDFലോ നിൽക്കുന്ന ഏതെങ്കിലും ഒരു നേതാവിന് ചിന്തിക്കാനാവാത്ത തരത്തിലുള്ള കടന്നാക്രമണമാണ് യഥാർത്ഥത്തിൽ ആ സമയത്ത് AK ആന്റണി നടത്തിയത്. ഇന്നിപ്പോൾ അത് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ച തൊട്ട് പിന്നാലെ അതിൻ്റെ വീഡിയോകൾ നമ്മൾ സ്ട്രീമിൽ കാണുന്നുണ്ട്. രമേശ് ചെന്നിത്തല നടത്തിയ പ്രസംഗം നമ്മൾ കാണുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇപ്പോൾ VD സതീശൻ നടത്തിയ പ്രസംഗം അടക്കം, അതായത് ഈ 5ാം മന്ത്രിസ്ഥാനം അടക്കമുള്ള വിഷയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അന്ന് നിലനിന്ന ലീഗിന് 5ാമത്തെ മന്ത്രിയെ വേണം എന്നുള്ളത് അന്നൊരു ആ നിലയ്ക്ക് വർഗീയമായി ചർച്ച ചെയ്യുന്ന വിഷയമായി മാറിയിരുന്നല്ലോ കേരളത്തിൽ. അതും എടുത്തിട്ട് വരുന്നുണ്ട്. അതായത് ആ കാലത്തെ ഓർമ്മിപ്പിക്കാനുള്ള കൃത്യമായ ഒരു പദ്ധതി ഇടതുമുന്നണിക്കുണ്ട്. അതില്ലാതെ പറ്റില്ല. കാരണം
എന്തായിരുന്നു അന്ന് നടന്നത് എന്ന് പുതിയ വോട്ടർമാരിലെ വലിയൊരു പങ്ക് ആളുകൾക്ക് അറിയില്ല. അപ്പോൾ ആ കാലത്തെ ഇനിയിപ്പോൾ ഓർമ്മിപ്പിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരു പരിധിവരെ അവർക്കതിൽ അനുകൂലമായി നിൽക്കുന്ന ഒരു ഘടകം എന്താണെന്നറിയാമോ? അത് ടെലിവിഷൻ കാലത്ത് ഉണ്ടായ ഒരു കാലമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ വീഡിയോകളും മറ്റു കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആയതുകൊണ്ട് ആ വിഷയങ്ങൾ എടുത്ത് പറയാൻ കഴിയുന്നുണ്ട്. നേരിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള ആക്രമണം അദ്ദേഹം നിർത്തിയിട്ടുമില്ല. അത് നിലനിർത്താനും അത് തുടരാനും തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറയുമ്പോൾ അതെങ്ങനെ മുസ്ലിങ്ങൾക്കെതിരെയുള്ള വിമർശനമാകും എന്നുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയുടെ തന്ത്രം എപ്പോഴും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറഞ്ഞാൽ അത് മുസ്ലിമിനെതിരെയുള്ള എന്ന മട്ടിൽ വിശാലമായി അവതരിപ്പിക്കുക എന്നുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു രീതിയാണ് സ്വാഭാവികമായിട്ടും. അപ്പോൾ ആ തന്ത്രത്തെ കൂടി എടുത്തു പറയാനാണ്, അത് സൂചിപ്പിക്കാൻ കൂടിയാണ് മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനം വിനിയോഗിച്ചത്. ഇനിയിപ്പോൾ ഈ 110 സീറ്റുകൾ എന്നുള്ള സാധ്യതയിലേക്ക് വന്നാൽ സനീഷ് വിലയിരുത്തിയതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളൊന്നുമില്ല. കാരണം എത്ര സീറ്റുകളിൽ ഉറച്ച സീറ്റുകൾ എത്രയുണ്ട്, ഇടതുമുന്നണിക്ക് എത്ര സീറ്റ് ഉറച്ച സീറ്റുകളുണ്ട്, UDF എത്ര സീറ്റ് ഉറച്ച സീറ്റുകളുണ്ട് എന്ന് നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ പല ദിവസങ്ങളിൽ മുമ്പ് ചർച്ച ചെയ്തതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷവും UDF തമ്മിലുള്ള നേർ ഫൈറ്റ് തന്നെയാണ്. അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ മണിയാശാൻ പറഞ്ഞ ഈ കണക്കൊക്കെ ഉണ്ടല്ലോ, ആ കണക്കൊക്കെ വെച്ച് ഇടതുപക്ഷത്തിൻ്റെ ആ കോർ വോട്ട് ബേസ് ഇൻടാക്റ്റാണ്, അതിനൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള സാഹചര്യം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കൂടി പരിഗണിച്ചാൽ ആ പ്രതീക്ഷ, അല്ലെങ്കിൽ ഇത് പറഞ്ഞ പോലെ എന്താണ്, ഒരു വലിയ സാധ്യത മുന്നിലുണ്ട്, മത്സരത്തിൻ്റെ സാധ്യത മുന്നിലുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. അല്ലാതെ 110 സീറ്റ് ഉണ്ട് എന്നുള്ളതല്ല. നമ്മൾ DYFI 25 വീട് പ്രഖ്യാപിച്ചപ്പോൾ, DYFI 25 വീട് പ്രഖ്യാപിച്ചപ്പോൾ യൂത്ത് കോൺഗ്രസ് എന്നാൽ ഞങ്ങൾ 30 പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് ഇതിപ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നുക. അതായത് 100 സീറ്റ് UDF പറയുന്നു, എന്നാൽ ഞങ്ങൾ 110 എന്ന് നമുക്ക് പറയാമെങ്കിലും അത് ഉദ്ദേശിക്കുന്നത് നെക്ക് ടു നെക്ക് ഫൈറ്റ് അവിടെ നടക്കും എന്നുള്ള പ്രതീതി തന്നെയാണ്. അതിന് നമുക്ക് അങ്ങനെ വിലയിരുത്താനുള്ള കാരണങ്ങൾ ഈ നേരത്തെ പറഞ്ഞ മണിയാശാൻ പറഞ്ഞ ഈ കണക്കുണ്ടല്ലോ, ആ കണക്കൊരു വസ്തുതയായി നമുക്ക് മുന്നിലുണ്ട്. എത്ര മണ്ഡലമാണ് കോൺഗ്രസ് ഉറപ്പായി ജയിക്കുന്നത്, എത്ര മണ്ഡലമാണ് UDF ഉറപ്പായി ജയിക്കുന്നത്. UDF ഉറപ്പായി ജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന മണ്ഡലങ്ങളുടെ എണ്ണം കൂടുതൽ ഒരുപക്ഷെ ലീഗിൻ്റെ കയ്യിലായിരിക്കും. അതെ, പക്ഷേ കോൺഗ്രസ് വലിയ പാർട്ടിയാണ്, കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നതുകൊണ്ട് അവരും കുറേ ജയിക്കും. അത് ഉറപ്പിച്ച് ജയിക്കും എന്ന് പറയാൻ കഴിയുന്ന സീറ്റുകളുടെ എണ്ണം ഒരു 25-ൽ താഴെ മാത്രമേ വരുള്ളൂ. നമ്മൾ തിരിച്ചും മറിച്ചുവിട്ട് കണക്ക് കൂടി നോക്കുന്നുണ്ടല്ലോ. അപ്പോൾ ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ എന്താണ്, മത്സരം നടക്കുകയാണ്. അങ്ങനെ നമുക്ക് കരുതാമല്ലോ, ഇവരങ്ങ് തോറ്റുപോകുന്നൊന്നും കരുതണ്ട, മത്സരം നടക്കുകയാണ്. അങ്ങനെ മത്സരം നടക്കുമ്പോൾ ഉറച്ച സീറ്റുകളിൽ LDF എത്രയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണം കൂടുതലാണ്. LDF അങ്ങനെ ഈ കഴിഞ്ഞ ഒരു എന്താണ് ആ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരു 3-4 തെരഞ്ഞെടുപ്പുകളിലെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ LDF ഉറപ്പായിട്ട് ജയിച്ചു വരും എന്ന് സ്ഥിരീകരിക്കാവുന്ന സീറ്റുകളുടെ എണ്ണം കൂടുതലാണ്. ആ വസ്തുതകളിൽ നിന്നേ നമുക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റൂ. ആ വസ്തുതകളെ കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ മിഷൻ 110 എന്നൊക്കെ ഈ ഇടതുമുന്നണി പറയുന്നത്. 110 പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല, ഒരു 75 സീറ്റെങ്കിലും കിട്ടി ജയിച്ചു വരണം എന്നുള്ള ഒരു ആലോചനയിലേക്ക് അത് എത്തിക്കാൻ വേണ്ടിയാണ്. മാത്രമല്ല ആത്മവിശ്വാസം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയാനാണ്. ഈ UDF ഈ 100 സീറ്റുകളിൽ വിജയിച്ചു വരും എന്ന് 100 സീറ്റിൻ്റെ പ്ലാൻ മിഷൻ 100 പ്രഖ്യാപിച്ചപ്പോൾ അപ്പോൾ തന്നെ അത് പ്രതിപക്ഷ നേതാവ് പറയുമ്പോഴും അവിടുത്തെ ലക്ഷ്യ 2026 ശേഷം വയനാട്ടിൽ നിന്ന് അവർ ഇറങ്ങുമ്പോഴും ഇടതുമുന്നണിയിൽ നിന്ന് വന്ന ചോദ്യം അതാണ്. ശരി പറയൂ, ഏതൊക്കെ സീറ്റുകളാണ് നിങ്ങൾ ജയിച്ചു വരുന്നതെന്ന് പറയൂ എന്നുള്ള ചോദ്യത്തിലേക്ക് പിന്നെ കടക്കാൻ UDF കഴിയില്ല. അതിപ്പം മലപ്പുറത്ത് ഉറച്ച ലീഗിൻ്റെ സീറ്റുകളുണ്ട്, ലീഗിന് കോഴിക്കോടുണ്ട്, അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ ലീഗ് ജയിച്ചു വരും എന്ന് ഉറപ്പുള്ള സീറ്റുകളുണ്ട്. കോൺഗ്രസ് ജയിച്ചു വരുന്നുള്ള സീറ്റ് നമ്മൾ ഇങ്ങനെ വിരലിൽ എണ്ണിയെടുക്കും. അതായത് പുതുപ്പള്ളി ഉണ്ടല്ലോ, അതല്ലെങ്കിൽ തൃക്കാക്കര ഉണ്ടല്ലോ. ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. കൊച്ചിയുണ്ട്, അല്ലെങ്കിൽ കൊച്ചിയല്ല, നമ്മുടെ എറണാകുളം ഉണ്ട്. അങ്ങനെ ഇങ്ങനെ ചില സീറ്റുകളാണ്, ഒന്നും ഉറപ്പിക്കാൻ പറ്റുന്ന സീറ്റുകളല്ല. അപ്പോൾ ഈ രീതിയിലാണ് സീറ്റുകളെ നമ്മൾക്ക് എണ്ണിയെടുക്കേണ്ടി വരിക. ആ അവസ്ഥ കോൺഗ്രസിനും അറിയാം. ഇപ്പോൾ കനകോലുവിൻ്റെ പ്ലാൻ ഡയറക്റ്റ് മുഖ്യമന്ത്രിയെ ആക്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. കടക്ക് പുറത്ത് എന്നുള്ള പ്രഖ്യാപനത്തിലൂടെ നേരിട്ട് മുഖ്യമന്ത്രിയെ ആക്രമിക്കുക എന്നുള്ളത്. ആ തന്ത്രം ഇപ്പോൾ കർണാടകത്തിലാണെങ്കിലും ഒക്കെ അത് ഫലിച്ച തന്ത്രമായി നിലനിൽക്കുന്നുമുണ്ട്. അതായത് മൊത്തം സർക്കാരിനെയും അങ്ങനെ എതിർത്ത്, മുഴുവൻ പദ്ധതികളെയും എതിർത്ത് പോവുക എന്നുള്ളതല്ല. കഴിഞ്ഞ തവണ കോൺഗ്രസിന് ഏറ്റവും വലിയ പരാജയം അതാണ്. ലൈഫ് പദ്ധതി ഞങ്ങൾ വന്നാൽ ലൈഫ് നിർത്തലാക്കും എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം. ലൈഫ് അടക്കം പല പദ്ധതികളും നിർത്തലാക്കുമെന്ന് MM ഹസൻ പ്രസ്താവിച്ചതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്. അത് അതായത് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്രയും മണ്ടൻ പ്രഖ്യാപനം ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. കാരണം
അത് ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അനുഭവവേദ്യമായിട്ടുള്ള അതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ പോലും എന്താണ് കരുതുക, അല്ലെങ്കിൽ നാളെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾ എന്താ കരുതുക, ഇവർ വന്നു കഴിഞ്ഞാൽ ഇത് നിർത്തലാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേണ്ട, ഈ നിർത്തലാക്കുമെന്ന് പറഞ്ഞാൽ ഇന്നിപ്പം എം പി രാജേഷ് പറയുന്നുണ്ട്. എം പി രാജേഷ് ഇന്ന് ഓർമ്മിപ്പിച്ചു. സനീഷ് ഇതാ പറഞ്ഞത്, എല്ലാവരും ഓർമ്മിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. രാജേഷ് പറയാണ്, ഇവർ വന്നാൽ നിർത്തലാക്കുമെന്ന് പറഞ്ഞ പദ്ധതിയല്ലേ ലൈഫ്. ഞങ്ങളിത് 5 ലക്ഷം വീടുകൾ നിർമ്മിച്ച് നൽകിയിരിക്കുന്നു. അവർ നിർത്തലാക്കുമെന്ന പദ്ധതിയിലൂടെ ഞങ്ങൾ 5 ലക്ഷം പേർക്ക് വീട് നിർമ്മിച്ച് നൽകി. നിർത്തലാക്കിയിരുന്നെങ്കിൽ ഈ 5 ലക്ഷം പേർക്ക് വീട് കിട്ടില്ലായിരുന്നു. 5 ലക്ഷം എന്നുള്ളത് 5 ലക്ഷമല്ലല്ലോ, അതിനപ്പുറത്തുള്ള ആ കണക്കുകളും അവരുടെ മനസ്സിലുണ്ട്. പക്ഷേ അത് വെറുതെ ഞങ്ങൾ 5 ലക്ഷം നിർമ്മിച്ച് നൽകി എന്നല്ല പറയുന്നത്, ഇവർ നിർത്തലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന പദ്ധതിയിലൂടെ ഞങ്ങളിപ്പോൾ 5 ലക്ഷം നിർമ്മിച്ച് നൽകിയെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാം ഇങ്ങനെ ഓർമ്മിപ്പിച്ചു പോകാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. എന്ന് വച്ച് UDF അങ്ങനെ ആകെ പ്രതിരോധത്തിലാണ് എന്നൊന്നുമല്ല. കാരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം എന്നത് അതൊരു നിസ്സാര കാര്യമല്ല. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വളരെ സ്വാഭാവികമായി തന്നെ ഒരു ചെറിയ മേൽക്കൈ ഇടതു മുന്നണിക്ക് എല്ലാ കാലത്തും ലഭിക്കും എന്നുള്ള പ്രതീക്ഷയാണ് അവർക്കുള്ളത്. അവർ വല്ലാതെ തകർന്നു പോയി എന്ന് കരുതിയ കാലത്ത് പോലും അവർക്ക് 2010 അതിൻ്റെ ഒരു എഡ്ജ് ഏതെങ്കിലുമൊക്കെ തലത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിലായാലും അതല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിലായാലും ഒക്കെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു നേട്ടം കാണിക്കാൻ അവർക്ക് എടുത്തു കാണിക്കാനുണ്ടായിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്ക് അങ്ങനെയല്ല. കാരണം എടുത്തു പറയാം, ഈ തെരഞ്ഞെടുപ്പിൽ ആരാ ജയിച്ചത്, ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ആരാ ജയിച്ചത്, LDF ആണോ UDF ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം അത് UDF ആണ് എന്ന് നമുക്ക് പറയാം. കഴിഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പക്ഷേ അങ്ങനെയല്ല. LDF ആണോ UDF ആണോ ജയിച്ചത് എന്ന് 2000 എന്നായിരുന്നു തെരഞ്ഞെടുപ്പ്, 2020 തെരഞ്ഞെടുപ്പിൽ LDF ആണോ UDF ആണോ ജയിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LDF ആണ് ജയിച്ചത് എന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷെ ചന്ദ്രികയ്ക്ക് മാത്രം അറിയില്ല. ചന്ദ്രിക എന്ന് UDF ആണ് ജയിച്ചതെന്ന് 1ാം പേജിൽ വെണ്ടയ്ക്ക നിർത്തിയത് ഓർമ്മയുണ്ട്. അതുകൊണ്ട് ചന്ദ്രിക ഒഴികെയുള്ളവർക്കറിയാം. അപ്പോൾ അങ്ങനെ അതാണ് വസ്തുത. അപ്പോൾ ഈ വസ്തുത നമുക്ക് മുന്നിലുണ്ട്. ആ വസ്തുത വെച്ച് നമ്മൾ പലതവണ വിലയിരുത്തിയതുപോലെ നല്ല പോരാട്ടമാണ് നടക്കുക. അവിടെ ഉറപ്പായി ജയിച്ചു വരുന്ന സീറ്റുകളുടെ എണ്ണത്തിൽ LDF-നാണ് മേൽക്കൈ. ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ ഹർഷ, അതായത് ഇപ്പോൾ നമ്മൾ സ്ഥാനാർത്ഥി പട്ടിക കുറേയൊക്കെ ചെയ്യാൻ തയ്യാറാക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് UDF വളരെയേറെ ശ്രദ്ധിക്കുന്നൊരു കാര്യം ഇപ്പോൾ ആദ്യഘട്ടത്തിൽ വന്നല്ലോ. അതായത് മുതിർന്ന നേതാക്കളെ അടക്കം ഇപ്പോൾ VM സുധീറിന് വന്നിട്ട് ഞാൻ മത്സരിക്കുന്നില്ല കേട്ടോ എന്ന് മുൻകൂറായിട്ട് പറയേണ്ടുന്ന വിധം വളരെ വിജയസാധ്യതയുള്ള ഏറ്റവും കൊള്ളാവുന്ന സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുക എന്നതിലേക്ക് UDF വന്നിരിക്കുന്നതിനൊരു കാരണം അവർ വളരെ ഷാർപ്പായിട്ട് അങ്ങനെ നോക്കിയാൽ മാത്രമേ രക്ഷപ്പെടൂ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കാലത്ത് ഇപ്പോൾ നമ്മുടെ ഓർമ്മയിലുള്ള ആദ്യകാല തെരഞ്ഞെടുപ്പുകളിൽ CPM-ൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെയും MLA-മാർ അവരുടെ പണിയങ്ങ് നടക്കും എന്നാണ്. അതായത് പാർട്ടിയാണ്, ഞാൻ ആണ് MLA എങ്കിൽ പാർട്ടിയാണ് അവിടുത്തെ ആൾ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ആ കാലത്തെ, അതായത് ഇപ്പോൾ നമ്മൾ കാണുന്ന MLA-മാരുടെ യുവ MLA-മാരുടെ തൊട്ട് മുമ്പുള്ള തലമുറയിലെ അതിനു മുമ്പുള്ള തലമുറയിലെ ഇടതുപക്ഷ MLA-മാർ, അതിനങ്ങോട്ടുള്ള MLA-മാരുടെ ഇടതുപക്ഷ MLA-മാർ നോർമലി അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള ഇമേജ് ഒന്നും നോക്കുക, മണ്ഡലത്തിലെല്ലാ കല്യാണ വീട്ടിലും പോവുക, ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യുന്ന ആളുകളെയല്ല. അവർ ജയിക്കും, അവരുടെ പാർട്ടിയാണ് അവിടെ കാര്യങ്ങൾ നടപ്പാക്കുക. അവരുടെ നാട്ടിലെ റോഡുകളൊക്കെ ചിലപ്പോൾ മോശമായിരിക്കും, സ്കൂൾ മോശമായിരിക്കും, പക്ഷെ അവർ മറ്റെന്തോ കാര്യങ്ങൾ ഇങ്ങനെ വിശാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അക്കാലത്ത് പാർട്ടിയായിരുന്നു പ്രധാനം, MLA-മാർക്കൊന്നും വ്യക്തിപരമായിട്ട് ഇമേജ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ മാറിയ കാലത്തിനനുസരിച്ച് വളരെ വ്യക്തിപരമായിട്ട് എല്ലാ സ്ഥലത്തും നല്ല റോഡുകൾ ഉണ്ടാക്കുക, നല്ല സ്കൂൾ ഉണ്ടാക്കുക, സ്കൂളിൻ്റെ മുകളിൽ അവരുടെ പേരും ഫോട്ടോ ഉണ്ടായിരിക്കുക, സകല സ്ഥലത്തും അവരെത്തുക, ആൾ കൂടുന്നിടത്തെല്ലാം ചെണ്ടപ്പുറത്ത് കോല് വീഴുന്നിടത്തെല്ലാം MLA-മാരെത്തുക എന്ന കാര്യം അക്കാലത്ത് വലതുപക്ഷ UDF-ൻ്റെ ആളുകൾ ചെയ്തിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ LDF ചെയ്യുന്നുണ്ട്. ഇന്ന് വെച്ചാൽ ഒരിടത്ത് 2 തവണയായിട്ടോ അല്ലെങ്കിൽ 1 തവണയായിട്ടോ ജയിക്കുന്ന MLA-മാരെല്ലാം അവിടെ പ്രിയപ്പെട്ടവരാണ് ഇപ്പോഴും. അപ്പോൾ അവരെ ബീറ്റ് ചെയ്യണം. ഇപ്പോൾ ഉദാഹരണത്തിന് അഖിൽ മാരാറെ കൊട്ടാരക്കരയിൽ നിർത്തും തിരിച്ചു പിടിക്കാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ കൊട്ടാരക്കര എന്താണ് സ്ഥിതി? കൊട്ടാരക്കര ദീർഘകാലം ബാലകൃഷ്ണപിള്ള കൊണ്ടുപോയ സ്ഥലമാണല്ലോ. അതിനുശേഷം അദ്ദേഹത്തെ പരാജയപ്പെടുത്തി ഐഷ പോറ്റി 2 തവണയോ 3 തവണ വന്നു. അതിനുശേഷം കഴിഞ്ഞ തവണ KN ബാലഗോപാൽ ജയിച്ചു. ഇവിടേക്കാണ് അഖിൽ മാരാർ ഇറക്കുന്നത്. അഖിൽ മാരാർ പിന്നെ മറ്റേ ബിഗ് ബോസിൽ ജയിക്കും. ബിഗ് ബോസ് യഥാർത്ഥത്തിലൊരു ഈ പരിപാടി, ടെലിവിഷൻ പരിപാടി, ഈ റൈറ്റ് വിങ്ങിന് എന്ന് വെച്ചാൽ ഈ UDF-ന് അല്ലെങ്കിൽ ആ ഭാഗത്ത് LDF അല്ലാത്ത ഇടതുപക്ഷമല്ലാത്ത ആളുകൾക്ക് നേതാക്കളെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ബിഗ് ബോസ് എന്ന ഒരു തോന്നൽ എനിക്ക് നേരത്തെ ഉള്ളതാണ്. അപ്പോൾ പണ്ട് ഓർമ്മയില്ലേ, അതായത് ഒരു സ്കൂളിൽ പോയിട്ട് വെള്ളയിട്ട് വെള്ള താടിയും വെച്ചൊരു ചങ്ങാതി, അയാൾ എന്തോ വളരെ വൾഗറായിട്ടുള്ള അങ്ങേയറ്റം മനുഷ്യവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം സ്ത്രീകൾക്കെതിരായിട്ട് പറഞ്ഞപ്പോൾ അവിടെയുള്ളൊരു ചെറിയ പെൺകുട്ടി കൂവി. അത് ആ വിഷ്വൽ വന്ന ഏഷ്യാനെറ്റിലായിരുന്നു. എന്നിട്ട് ഈ ഏഷ്യാനെറ്റ് ന്യൂസല്ല, മറ്റേ ഏഷ്യാനെറ്റിൻ്റെ പിന്നെ ഈ ബിഗ് ബോസ് പരിപാടിയിൽ വന്നിട്ട് ഇയാൾ വെള്ളയൊക്കെ മാറ്റിയിട്ട് ഇയാൾ ജാങ്കോ ആയിട്ട് വന്നിട്ട് ഇയാൾ വലിയ ആളായിട്ട് മാറി. ഇപ്പോൾ ഈ കേരളത്തിലെ ഏറ്റവും വലിയ വലതുപക്ഷ വർത്തമാനം പറയുന്ന ആളുകളുടെ കൂട്ടത്തിലേക്ക് അയാൾ അത്ഭുതകരമായിട്ട് പരിവർത്തിക്കപ്പെട്ടു. അപ്പോൾ ആ ഭാഗത്തേക്ക് ആളെ കിട്ടുന്ന ഒരു നഴ്സറിയാണ്, വലതുപക്ഷ നേതൃത്വത്തിൻ്റെ ഒരു നഴ്സറിയാണ് യഥാർത്ഥം ഇതുപോലത്തെ ഹാച്ചറിയാണ് ഇതുപോലത്തെ പരിപാടി എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ ഒരു കൊള്ളാവുന്ന ഒരാളാണ് ഇദ്ദേഹം. പക്ഷേ ഇപ്പോൾ
രമേഷ് പിഷാരടി മത്സരിക്കുന്നു. രമേഷ് പിഷാരടി മത്സരിച്ചാൽ നല്ല സ്ഥാനാർത്ഥിയാണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. കാരണം അയാൾ ഗംഭീരമായിട്ട് കോൺഗ്രസ് രാഷ്ട്രീയം പറയുന്ന അദ്ദേഹത്തിൻ്റെ അഭിനയശേഷിയെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ ആ ഒരു പൊതു രംഗത്തെ പ്രകടനത്തെക്കുറിച്ചോ പ്രത്യേകമായിട്ട് പറയേണ്ടതല്ലോ. എനിക്ക് അദ്ദേഹം ഈ CPM-കാരെ അങ്ങോട്ട് വാട്ടിക്കൊണ്ട് സംസാരിക്കുന്നത് കേൾക്കാൻ ഇഷ്ടമാണ്. അത് വളരെ അതിരുവിട്ട പോലെ വർത്തമാനമൊക്കെ പറയുമെങ്കിലും മീൻസ് വല്ലാതെ പരിഹസിക്കുമെങ്കിലും മൂപ്പരുടെ ഉള്ളിൽ വളരെ സരസനായിട്ട് ഒരാളുണ്ട്. കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടപ്പെടും. കോൺഗ്രസ്സുകാരല്ലാത്ത ആളുകൾക്ക് വോട്ട് ചെയ്യാൻ തോന്നുന്ന ഒരു നല്ല ആളാണ് ഈ രമേഷ് പിഷാരടി. പക്ഷേ അഖിൽ മാരാർ അങ്ങനെയാണോ? അഖിൽ മാരാരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ പിന്നോട്ട് വായിച്ചു നോക്കിയാൽ കോൺഗ്രസ്സുകാരെ തന്നെ പല കാര്യത്തിൽ വിമർശിക്കുക. രമേശ് ചെന്നിത്തലയുടെ കൂടെ വന്നിട്ട് ഞാൻ രമേശ് ചെന്നിത്തല ആളാണെന്ന് പറഞ്ഞിട്ട് BD സച്ചിനെ വിമർശിക്കുക. അങ്ങനെ പലതും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഒരു ഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ അദ്ദേഹം കോൺഗ്രസ് ആണോ BJP ആണോ എന്നൊക്കെയുള്ള BJP ആണോ ചർച്ചകൾ. അതെ അദ്ദേഹം തന്നെ ആ ആംബിഗ്യൂറ്റി ഉണ്ടാക്കുന്ന പോലുള്ള സംഗതികൾ. അപ്പോൾ ഇദ്ദേഹത്തെ വെച്ചിട്ടാണ് എങ്ങനെ വളരെ ഉറച്ച കൊട്ടാരക്കര എടുക്കാൻ വേണ്ടി പോകുന്നതെന്ന ചർച്ചയാണ്. ഇതിപ്പം UDF-നകത്ത് അവർ സമ്മതിച്ച കാര്യങ്ങളെല്ലാം വരുന്നത്, എന്നാലും വാർത്ത വരികയാണ്. അപ്പോൾ ചർച്ചകൾ നടക്കുകയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ മറിയം ഉമ്മൻ മത്സരിക്കും എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു ശ്രദ്ധയുണ്ട്. ശരി, ചിലപ്പോൾ ഒരുപക്ഷെ അവരുടെ ജയിച്ചേക്കും. നമ്മുടെ ആറന്മുളയിൽ വന്നിട്ട് അബിൻ വർക്കി മത്സരിക്കണം. അബിൻ വർക്കി ഉള്ളതെന്ന് നേതാവാണ്. അപ്പോൾ നന്നായിരിക്കുമല്ലോ ഫൈറ്റ് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അഖിൽമാരായുടെയൊക്കെ പേര് കേൾക്കുമ്പോൾ ഇതാണോ പരിപാടി? ഇപ്പം വന്നല്ലോ മറ്റേ ഇവിടെ ബാലുശ്ശേരി കൊണ്ടുപോയിട്ട് നമ്മുടെ ധർമ്മത്തിനെ മത്സരിപ്പിച്ചതുപോലെ തമാശ കളിക്കാണോ ഇവർ കൊണ്ടുപോകുന്നതെന്ന് തോന്നും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പഴയ കാലത്ത് നിന്ന് മാറിയിട്ട് വ്യക്തിപരമായിട്ട് തന്നെയും ഇമേജ് ഉണ്ടാക്കുന്ന, കഠിനാധ്വാനം ചെയ്ത് എല്ലാ ദിവസവും മണ്ഡലത്തിലിറങ്ങി നടന്നിട്ട് മുഴുവൻ വോട്ടർമാരെയും കണ്ടുകൊണ്ടേയിരിക്കുകയും സകല പരിപാടികളിലും പങ്കെടുക്കുന്ന പുതിയ കാലത്തെ ഇടതുപക്ഷത്തെ MLA-മാരെയാണ് നേരിടേണ്ടത്. അതും 2 ടേം അങ്ങ് മാറ്റിയിട്ട് വീണ്ടും അവർ മത്സരിക്കുന്നത്. ഇതിനോട് ചേർത്ത് പറയാനുള്ള ഒരു കാര്യം സനീഷ്, അതായത് ഈ കൊട്ടാരക്കര മണ്ഡലത്തിൽ ആരാണ് LDF-ന്റെ സ്ഥാനാർത്ഥി? അത് KN ബാലഗോപാൽ തന്നെയായിരിക്കും. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ KN ബാലഗോപാൽ ആരാണ്? സംസ്ഥാനത്തിൻ്റെ ധനമന്ത്രിയാണ്. ആ ധനമന്ത്രിയായിരുന്നു കൊണ്ട് എന്ത് പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് എന്നുള്ളതുകൂടി നമ്മൾ ഓർക്കണമല്ലോ. അതായത് കേരളം തുടർച്ചയായി കഴിഞ്ഞ കഴിഞ്ഞ 5 വർഷവും ഒരു സംശയമില്ലാത്ത വണ്ണം പ്രധാനപ്പെട്ട പത്രങ്ങളെല്ലാം സംസ്ഥാനം വലിയ സാമ്പത്തിക പരാധീനതയിലാണ്, വലിയ പ്രതിസന്ധിയിലാണ്, എല്ലാം അടച്ചു പൂട്ടാൻ പോവുകയാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. മാത്രമല്ല കേന്ദ്രം ഞെരുക്കി എന്നുള്ള കാര്യത്തിലും സംശയമൊന്നുമില്ല. ഇത്തരം അങ്ങനെ വല്ലാത്ത ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴും സംസ്ഥാന ഭരണത്തെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോയ ആളാണ്. ഒരു ട്രഷറി അടച്ചുപൂട്ടലും ഉണ്ടായില്ല, ശമ്പളം മുടങ്ങിയില്ല, ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോയ ആളാണ്. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയായി തന്നെയാണ് അദ്ദേഹം അവിടെ കൊട്ടാരക്കര മണ്ഡലത്തിലേക്ക് തിരിച്ചു വരിക. അപ്പോൾ ഉള്ള പ്രശ്നം എന്താണ്? അവിടെ UDF-ന് ഒരു സ്ഥാനാർത്ഥിയായി ആരെ അവതരിപ്പിക്കണമെന്നുള്ള ഒരു കൺഫ്യൂഷൻ കാണും. കാരണം അവിടെ ഈ പുതുതലമുറയിലൊക്കെ വേറെ ഇത്തരം കാര്യങ്ങളൊന്നും പറയാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ കൊണ്ട് നിർത്താനായിട്ടില്ല കയ്യിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും അഖിൽമാരാർ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടൊരു വ്യത്യാസം ഉണ്ടാവും, ഒരു ഓളം ഉണ്ടാവും. ഈ പറയുന്ന ബിഗ് ബോസ് കാണുന്ന ആൾക്കാർക്കെങ്കിലും പരിചയമുള്ള ഒരു കക്ഷിയാണ് അഖിൽമാരാർ എന്നുള്ള. പിന്നെ വാവിട്ട വർത്താനം പറയുന്ന ഒരാളാണ്. അപ്പോൾ ആ നിലയ്ക്കൊക്കെ അങ്ങനെ ഒരാൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ കണ്ടിട്ടില്ലേ, ചില ആളുകൾ വളരെ സമാധാനത്തോടെ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് ഒരു പുകിലുണ്ടാക്കുന്ന ആൾ എന്ന മട്ടിൽ ഒരാളാണ്. അപ്പോൾ അയാളെ കൊണ്ടുവന്ന് നിർത്തിയാൽ, അതായത് അയാളുടെ വിസിബിലിറ്റി ആ നിലയ്ക്ക് പ്രയോജനപ്പെടുത്താം, അയാളുടെ പോപ്പുലാരിറ്റി ആ നിലയ്ക്ക് പ്രയോജനപ്പെടുത്താം എന്നുള്ള ചിന്തയായിരിക്കും അതിലുണ്ടായിട്ടുണ്ടാകും. പക്ഷേ ഒരു തരത്തിലും രമേഷ് പിഷാരടിയുമായി നമുക്കതിനകത്ത് താരതമ്യമില്ല. കാരണം രമേഷ് പിഷാരടി കൃത്യമായി രാഷ്ട്രീയം പറയുന്ന ആളാണ്, പൊളിറ്റിക്സ് ഉള്ള ആളാണ്. അത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും ചർച്ചകളിൽ നിന്നും ഒക്കെ. അതുകൊണ്ട് അതിനെ താരതമ്യം ചെയ്യാൻ നമുക്ക് പറ്റും. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. അതായത് ഇതൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ ഡാറ്റയും കഴിഞ്ഞ കാലത്തെ കാര്യങ്ങളും ഇതുപോലുള്ള വസ്തുക്കളും പരിശോധിക്കുമ്പോൾ LDF-ന് എഡ്ജുണ്ട് എന്നാണ് നമ്മൾ കാണുക. പക്ഷേ നമ്മൾ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കണ്ട എന്താണ്? ഇങ്ങനെയൊക്കെ ആണെങ്കിലും കോൺഗ്രസിനോട് ജനത്തിന് സ്നേഹമുണ്ട്. ഞാനത് അന്ന് പറഞ്ഞാണ്. കോൺഗ്രസിന് ജനത്തിന് എല്ലാ കാലത്തും ഉണ്ട്. ജനത്തിന് ഇഷ്ടം. കോൺഗ്രസിന് മാത്രമല്ല UDF-ന് ജനത്തിന് ഇഷ്ടമാണ്. അവരെ അങ്ങോട്ട് ഇല്ലാതെ വാഷ് ഔട്ട് ചെയ്ത് കളയുക, 3-ാം തവണ അവരെ പരാജയപ്പെടുത്തി കളയുക എന്നൊന്നും ചിലപ്പം നാട്ടുകാർ ചിന്തിക്കില്ലായിരിക്കാം. എന്തൊക്കെ ഓർമ്മിപ്പിച്ചാലും കുറച്ചൊക്കെ കോൺഗ്രസ്സുകാരിപ്പം ഭരണത്തിൽ അത്ര മെച്ചമല്ല എന്നൊക്കെ ജനത്തിൻ്റെ ഉള്ളിൽ ഓർമ്മ വന്നാൽ തന്നെയും ഒരുപക്ഷെ എന്താ സംഭവിക്കുക? അതായത് ഞങ്ങൾ അങ്ങനെയും 5 കൊല്ലം താണ്ടിയിട്ടുണ്ട്. UDF-ൻ്റെ ഭരണവും LDF-ൻ്റെ ശക്തമായ സമരങ്ങളും താണ്ടിയിട്ടും കൂടിയാണ് കേരളം ഇങ്ങോട്ടെത്തിയത്. അതുകൊണ്ട് 10 കൊല്ലത്തിന് ശേഷം തിരഞ്ഞെടുക്കുന്നതിന് അങ്ങനെ വല്ലാതെ മടി കാണിക്കേണ്ടത് കാര്യമില്ല. പിന്നെ എവിടെയാണ് സീറ്റ് എന്നൊക്കെ നമ്മൾ ലോജിക്കലി ചിന്തിക്കുകയും ഓരോ സീറ്റും നോക്കുമ്പോൾ ഇവിടെ ഇന്ന പ്രശ്നങ്ങളില്ല എന്നൊക്കെ നോക്കുമ്പോൾ UDF ഒരല്പം പിന്നിട്ടാണ് നിൽക്കുന്നതെങ്കിലും ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ കാലവും മുതിർന്ന ആളുകൾ പഴയ കാലം മുതലേ പറയുന്നത് പോലെ 1, 2 അതുകൊണ്ട് ഇവരുടെ മുന്നിലേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് കാര്യങ്ങൾ വന്നേക്കും. നമ്മൾ കാണുന്നത് ഇപ്പോൾ പഴയ കാലത്തെ LDF MLA-മാരല്ല ഇപ്പോഴത്തെ LDF MLA-മാരെന്ന് പറയുന്ന പോലെ പഴയ കാലത്തെ കോൺഗ്രസ് അല്ല ഇപ്പോഴത്തെ കോൺഗ്രസും UDF നേതൃത്വവും. നമ്മൾ കാണുന്ന വളരെ ഐക്യത്തോടെ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ആളുകളായിട്ടാണ്. പിന്നെ ഉറച്ചു നിൽക്കുന്ന ലീഡേഴ്സായിട്ടാണ്. ഇപ്പം ജമാഅത്തെ ഇസ്ലാമിയെ ആഞ്ഞ് എതിർക്കുകയാണ് പിന്നെ പിണറായി വിജയൻ തൊട്ട് AK ബാലൻ വരെയുള്ള ആളുകൾ. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയെ പറ്റിയും വെൽഫെയർ പാർട്ടിയെ പറ്റിയിട്ടും പറഞ്ഞ വാക്കുന്ന ഒരാൾ
അല്പം പിന്നോട്ട് പോയിട്ടുണ്ടോ വി.ഡി. സതീശൻ? ഇല്ല, അവർക്ക് മതരാഷ്ട്രവാദം ഇല്ല എന്ന് നമ്മൾ നോക്കുമേ എങ്ങനെ സതീശൻ അത് പറയാൻ പറ്റുന്നു എന്ന് നമ്മൾ അത്ഭുതപ്പെടുന്നപ്പോഴും അദ്ദേഹത്തിന് യാതൊരു കുലുക്കമില്ല. അപ്പോൾ കുലുക്കമില്ലാത്ത നേതാക്കന്മാരായിട്ട് ഉറച്ചൊന്നിച്ച് നിൽക്കുകയാണ് ഞങ്ങൾ എന്ന് തോന്നലുണ്ടാക്കുന്ന കോൺഗ്രസ് ആണ് നമ്മൾ ഈ കാണുന്നതെന്ന് കാണണം. ലീഗ് പഴയതുപോലെ തന്നെ വളരെ പവർഫുള്ളാണ്. അതായത് ഒന്നാമത്തെ പാർട്ടി, ഏറ്റവും കൂടുതൽ വോട്ട് ശതമാനമുള്ള പാർട്ടി ഒന്നാമത്തെ പാർട്ടി കോൺഗ്രസും, രണ്ടാമത്തെ പാർട്ടി CPM-ഉം, മൂന്നാമത്തെ പാർട്ടി ലീഗാണ്, നാലാമത്തെ പാർട്ടിയാണ് CPI. എന്ന് വെച്ചാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വോട്ട് ശതമാനത്തിൻ്റെ കണക്കിലാണെങ്കിൽ CPI മൂന്നാമതുണ്ടായിരുന്നെങ്കിൽ CPM-ഉം കോൺഗ്രസും CPI-യും ആയിരുന്നെങ്കിൽ ഇപ്പോൾ തിരിച്ചു. കോൺഗ്രസ് CPM ലീഗ് നല്ല വളരെ സ്റ്റേബിളായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഈ BJP ഒക്കെ ഈ പറയുന്ന വർഷം നേരത്തെ പറഞ്ഞല്ലോ, BJP ഒക്കെ അങ്ങനെ നമ്മൾ 14% താഴ്ന്നിരിക്കുകയാണ്. അവരെവിടെയെങ്കിലും ഒന്നോ രണ്ടോ ഇടത്ത് ഒരു നേട്ടം ഉണ്ടാക്കും എന്നല്ലാതെ എല്ലായിടത്തുമായിട്ട് അവരുടെ വോട്ട് അവരിലേക്ക് തന്നെ എത്തുക എന്നൊന്നും ഉണ്ടാവില്ല. അപ്പോൾ UDF-ന് നല്ല എഡ്ജുണ്ട് എന്ന് തന്നെ നമ്മൾ കാണണം. അപ്പോൾ അതിശക്തമായിട്ടുള്ളൊരു പോരാട്ടമാണെന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അതിൻ്റെ സൂചനകൾ ഇന്നെല്ലാം ഉണ്ട്. റൈറ്റ്. സ്വപ്നരാജ്യത്തിൽ അർദ്ധരാജ്യം വേണ്ട എന്നൊരു ചൊല്ലുണ്ടല്ലോ. UDF-ൻ്റെയും LDF-ൻ്റെയും NDA-യുടെയും എല്ലാം സീറ്റ് സാധ്യത വിലയിരുത്തലുകൾ ഓർമ്മിപ്പിക്കുന്നത് ഈ ചൊല്ലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെയും ആവേശമില്ലാതിരുന്ന UDF ആ ഫലത്തിന് പിന്നാലെ വലിയ പ്രതീക്ഷയിലാണ്. കനകോലു പറഞ്ഞ 85 സീറ്റും കിടന്ന് 100 സീറ്റ് തന്നെ നേടാനാകുമെന്ന് V.D. സതീശൻ ഉറപ്പു പറയുന്നതിലേക്ക് കാര്യങ്ങളെത്തി. തദ്ദേശ തിരിച്ചടി നേരിട്ടെങ്കിലും ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന ഉറച്ച വിശ്വാസത്തിലാണ് CPIM-ഉം ഇടതുമുന്നണിയും. കൂടുതൽ സീറ്റോടെ അധികാരത്തിലെത്തുമെന്ന ആത്മവിശ്വാസത്തിന് പിന്നിൽ ആ ധൈര്യം തന്നെയാണ്. ചിലവരുടേത് ശരിയാകും, ചിലവരുടേത് ശരിയാകില്ല എന്നാണല്ലോ. കാത്തിരുന്ന് തന്നെ നമുക്ക് കാണാം. ആ ഡീസിൽ ഒരിടവേള.